ദാ വന്നു 100 ആയുസാ. എനിക്ക് 100 ഉള്ളൂ ആയുസ്. പക്ഷേ ഋഷിക്ക് 101. ഒരേ സമയം മരിച്ച ആളായിട്ടും മരിക്കാത്ത ആളായിട്ടും ജീവിക്കുമല്ലേ ഋഷി? നമ്മുടെ കാര്യങ്ങൾ വർക്കൗട്ടാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അതിനിടയിൽ രഹസ്യങ്ങൾ പുറത്താവാനുള്ള ഒരവസരവും ഉണ്ടാക്കരുത്. എനിക്കറിയാം സർ. സാറിൻ്റെയും കെവിൻ്റെയും ഇസബെല്ലയുടെയും ലക്ഷ്യങ്ങൾക്കപ്പുറം എനിക്കുള്ളത് കുറച്ചുകൂടി ശക്തമാണ്. ചന്ദ്രോത്തിന്റെ തകർച്ച, എൻ്റെ ലീനയുടെ മരണത്തിനും എൻ്റെ അമ്മയുടെ കണ്ണുനീരിനുള്ള തിരിച്ചടി, അത് സാധിക്കും വരെ ഞാൻ മരിച്ച ഋഷി തന്നെ ആയിരിക്കും. കെ നായർ എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി. അടുത്തിനി പല പ്രൊജക്റ്റുകളും ദേവികയിൽ കൂടി സഹായിച്ചെടുക്കണം. അതിനെ നന്ദനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കണം. നന്ദൻ ഇപ്പൊ സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാ. നമ്മൾ എന്താണോ പറയുന്നത് അത് നന്ദൻ കണ്ണടച്ചങ്ങ് അനുസരിക്കും.